പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവത്തിന് പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്ന നല്ല ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു ദിവസം ആയുസ്സിൽ കാണാത്തൊരു പുതിയ പ്രഭാതം, പുതിയ പുലരികരുവാൻ, അതേ ബലത്തോടെ, ആരോഗ്യത്തോടെ, ശക്തിയോടെ എഴുന്നേറ്റ് വരുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നന്മകൾക്കും കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാതം നമുക്ക് ആരംഭിക്കാം. ഇന്നത്തെ പ്രഭാതത്തിലെ ദൈവവചന ചിന്തയ്ക്കായി എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം വായിച്ചു കേൾപ്പിക്കുന്നു. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്, ആർക്ക് അറിയാം? നാം വായിച്ചു കേട്ടത് എസ്തേർ ചാപ്റ്റർ 4:14 ആണ്. എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യമാണ്. അതിനകത്ത് നല്ല വ്യക്തത അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഈ വാക്യം വായിച്ചു കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം, എസ്തേർ രാജ്ഞിയോടാണ് പറയുന്നത് എസ്തേറിന്റെ ഒരു തരത്തിൽ പറഞ്ഞ ചിറ്റപ്പനായ മോർദെഖായി, വളർത്തച്ഛൻ എന്ന് പറയാം. വളർത്തച്ഛനായ മോർദെഖായി എസ്തേറിനോട് പറയുന്ന, രാജകുമാരിയായ അല്ല രാജ്ഞിയായ എസ്തേറിനോട് പറയുന്ന വാക്കുകളാണ്. ഈ പുസ്തകത്തിന്റെ പശ്ചാത്തലവും ഈ പുസ്തകത്തിന്റെ ആ പറയുന്ന സാഹചര്യവും എല്ലാവർക്കും അറിയാം. മോർദെഖായിയാൽ എടുത്തു വളർത്തപ്പെട്ട് മോർദെഖായിയാൽ നിയോഗത്തോടെ രാജകുമാരി രാജ്ഞിയായി, അഹശ്വേരോശ് രാജാവിന്റെ രാജ്ഞിയായി അങ്ങനെ വാഴുന്ന കാലഘട്ടത്തിൽ അപ്പോഴാണ് മോർദെഖായിക്ക് ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നത്. ഈ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും ഓർക്കണം, മോർദെഖായി ഇതിനു മുമ്പ് മോർദെഖായിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതിനു മുമ്പ് തന്നെ മോർദെഖായിയുടെ അതിനകത്ത് പങ്കുവച്ചിരിക്കുന്ന മോർദെഖായി ഹാമാനെ വണങ്ങുന്നില്ല എന്നുള്ള സംഭവത്തിന് മുമ്പ് തന്നെ ഒരു 2 വ്യക്തികളുടെ, അതായത് 2-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് എഴുതിയിട്ടുണ്ട്, ബിൽദാന് തേരസ് എന്ന് പറയുന്ന 2 പേര്. അവരിങ്ങനെ രാജാവിനെതിരായിട്ട് ഗൂഢാലോചന നടത്തുകയും കാര്യം വിസ്തരിച്ചാൽ സത്യമെന്നറിയുകയും അത് എസ്തേറിനെ അറിയിക്കുകയും എസ്തേർ മോർദെഖായിയുടെ നാമത്തിൽ രാജാവിനെ അറിയിക്കുകയും അത് ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതി വെക്കുകയും ചെയ്തു. എന്നാൽ അതിന് പ്രത്യേകിച്ച് പ്രതിഫലം ഒന്നും കൊടുത്തില്ല. ആ വസ്തുത എല്ലാവരും മറന്നു പോവുകയും ചെയ്തു. പിന്നീടാണ് ഈ ഹാമാൻ എന്നൊരുവൻ എഴുന്നേറ്റ് വരിക. അവൻ്റെ ഒരു എഴുന്നേറ്റ് വരവും, ഹാമാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ എഴുന്നേറ്റ് വരവും മോർദെഖായി ഹാമാനെ കുമ്പിടുന്നില്ല എന്ന ഏക കാരണത്താൽ ഹാമാനെ ഒരു പട്ടാളത്തിനകത്തൊരു നോട്ടപ്പുള്ളിയാക്കുന്നു. അങ്ങനെ ഇയാളൊരു നോട്ടപ്പുള്ളിയായി, ഒരു കുമ്പിടാത്ത മനുഷ്യനായി അങ്ങനെ ഇരിക്കുമ്പോൾ ഈ മനുഷ്യനെ മാത്രമല്ല, രാജാവിന്റെ ഭണ്ഡാരത്തിലേക്ക് 10,000 താലന്ത് സ്വർണം കൊടുത്ത് ആ വംശത്തെ മുഴുവൻ മുടിച്ചു കളയാൻ, നശിപ്പിച്ചു കളയാൻ ഹാമാൻ താല്പര്യപ്പെടുകയാണ്. ഇതിനകത്ത് ചിന്തിക്കുമ്പോൾ ഒരു വസ്തുത ഇതിനകത്തുണ്ട്. കാരണം ഹാമാൻ എന്ന് പറയുന്ന മനുഷ്യന്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പ്, അയാൾ എഴുന്നേറ്റ് വരുന്നത് രാജ്യത്തിന്റെ 2-ാം സ്ഥാനിയായി വരുമ്പോൾ ഒരു അഹങ്കാരവും നെടുമ്പും കൊണ്ട്, ഈ മോർദെഖായിയുള്ള ദേഷ്യം കൊണ്ട് മോർദെഖായിയുടെ കുലത്തെ കൂടെ മുടിച്ചു കളയാം എന്ന് വിചാരിച്ച് രാജാവിന്റെ കയ്യിൽ നിന്ന് സ്വാധീനമുള്ള ആളായതുകൊണ്ട് രാജാവിന്റെ കയ്യിൽ നിന്ന് മുദ്രാമോതിരം ഊരി ആ തീർപ്പിന്റെ മേൽ, ആ ഓർഡറിന്റെ മേൽ മുദ്രാമോതിരം കൊണ്ട് സീല് ചെയ്ത് സകല 127 സംസ്ഥാനങ്ങളിൽ അയക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മോർദെഖായി ഈ വാർത്തയറിഞ്ഞ് പൊട്ടിക്കരഞ്ഞ് തലയിൽ മുണ്ടിട്ട് തലമൊട്ടയടിച്ച് ചാരത്തി വീണ് രട്ടുടുത്തുകൊണ്ട് ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിലവിളിച്ച് രാജവീതി വരെ ചെന്നു. രാജകൊട്ടാരത്തിലേക്ക് പ്രവേശനമില്ല, ശൂഷൻ രാജധാനി വരെ ചെന്ന ഒരു കാലഘട്ടം. ഇവിടുന്നാണ് ഇനി എന്തു ചെയ്യണമെന്നറിയാതെ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ഇരിക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് ഈ ഒരു ദൈവപൈതലായിരിക്കുമ്പോ പ്രതിസന്ധികൾ ഒന്നിനു മേലിൽ ഒന്നായിട്ട് വരുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന സമയം ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം. മോർദെഖായി പ്രാർത്ഥിക്കുന്നു, മറുപടി അറിയില്ല, കരയുന്നു, നിലവിളിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാൻ മോർദെഖായിയെ നോക്കി ഒരു പദ്ധതികൾ തയ്യാറാക്കി വെച്ചിരിക്കുക. അപ്പൊ തന്നെ മോർദെഖായി മറ്റൊരു കാര്യം ചെയ്യുക. അതാണ് നമ്മൾ വായിച്ചു കേട്ട കാര്യം. എസ്തേറിനോട് പറഞ്ഞു, ഈ സമയത്ത് നീ മിണ്ടാതിരുന്നാൽ എനിക്കൊരു കാര്യം അറിയാം, ഇതിനകത്തൊരു ഉറപ്പുണ്ട്, യഹൂദന് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും എന്ന് മാത്രമല്ല,
ഇങ്ങനെയുള്ള കാലത്തിനായിട്ടല്ലോ നീ രാജസ്ഥാനത്തിരിക്കുന്നത്, അതാർക്കറിയാം. അപ്പൊ ഈ വസ്തുതയും കൂടെ എസ്തേർ കേട്ട് എസ്തേർ അതിനുശേഷം എസ്തേർ തയ്യാറാവുകയാണ്, രാജാവിനെ കാണാൻ തയ്യാറാവുകയാണ്. ഈ ഒരു പ്രത്യേക ആ വാക്യത്തിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മൊർദെഖായിയുടെ മനസാന്നിധ്യവും മൊർദെഖായിയുടെ ദൈവത്തോടുള്ള വിശ്വാസവും ഹാമാന്റെ ഉയർച്ചയും ഇതെല്ലാം സംഭവിക്കുക. പക്ഷേ പ്രാർത്ഥിക്കുന്ന ദൈവത്തിലോട്ട് ഇവിടെ ഒരു ദൂത് പറഞ്ഞിട്ട് പോകേണ്ട ഒരു കാര്യമുണ്ട്. കാരണം പ്രാർത്ഥിക്കുന്ന മൊർദെഖായി ഇതിന്റെ റിസൾട്ട് എന്തായി തീരും, തന്റെ ജനത്തിന്റെ വിധി എന്തായി തീരുമെന്ന് അറിയാൻ കാത്തിരിക്കുമ്പം അന്ന് രാത്രി തന്നെ, ഏത് രാത്രിയാണോ ഹാമാൻ മൊർദെഖായിയെ തൂക്കാൻ 50 മുഴ ഉയരമുള്ള കഴുകുമരം ഉയർത്തി അതിന്മേൽ തൂക്കാൻ തീരുമാനിച്ചത്, ആ പ്രഭാതത്തിന്റെ തൊട്ടു മുമ്പിലത്തെ രാത്രി തന്നെ രാജാവ് മുമ്പുണ്ടായിരുന്ന ആ ദിനവൃത്താന്ത പുസ്തകം വായിച്ച് കൃത്യം മൊർദെഖായി പണ്ട് ചെയ്ത ബിഗ്ദാന്റെ തേരശിനെ ആ രാജാവിന്റെ ജീവൻ രക്ഷിച്ച കാര്യം ഓർത്ത്, ഏത് മനുഷ്യനാണോ ഈ 50 മുഴം ഉയരമുള്ള കഴുകുമരത്തെ തൂക്കിക്കൊല്ലാൻ വിചാരിച്ചത്, അതേ മനുഷ്യൻ അതേ ടൈമിൽ രാജാവിന്റെ കുതിരപ്പുറത്ത് രാജാവിന്റെ ചെങ്കോല് ധരിപ്പിച്ച് രാജാവിന്റെ വസ്ത്രം ധരിച്ചിട്ട് ആ മനുഷ്യൻ നടക്കിയ രാജാവ് ബഹുമാനിക്കാനിരിക്കുന്ന പുരുഷനെ ഇങ്ങനെ ആദരിക്കും. അത് പ്രാർത്ഥിക്കുന്നതിനുള്ളൊരു മറുപടിയാണ്. വേദന എത്ര കഠിനമായാലും, പ്രതിസന്ധി എത്ര ഉയർന്നതായാലും, നിന്നെ തകർക്കുമെന്ന് പറയുന്ന ഇടത്തും, നിന്നെ ഇല്ലാതാക്കി കളയും എന്ന് പറയുന്ന ഇടത്തും നിന്നെ ചേർത്തു പിടിക്കുന്ന ഒരു ദൈവകൃപ, അത് നിന്റെ പ്രാർത്ഥന ശക്തിയാ. ഇന്ന് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥനയ്ക്ക് ഒരു ശക്തി ഉണ്ടെന്ന് ഓർപ്പിച്ചുകൊണ്ട് രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരാം. ഇതൊരു മധ്യസ്ഥതയാണ്. എസ്തേറിനോട് പറയുക, ഇങ്ങനെ ഒരു ഈ സമയത്ത് നീ മിണ്ടാതിരുന്നാൽ, ഇവിടെ രാജാവിനോട് മിണ്ടുമ്പോ ഇവിടെ മറ്റൊരു പ്രതിധ്വനി, ഒരു ധ്വനിയുണ്ട്. കാരണം ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്ന ചില വ്യക്തികളെ മധ്യസ്ഥത അടയ്ക്കാൻ ഓർപ്പിക്കുന്ന ഒരു കടപ്പാട് ഇതിനകത്തുണ്ട്. ഈ സമയത്ത് നീ മിണ്ടാതിരുന്നാൽ, നമ്മൾ മിണ്ടാതിരുന്നാൽ, രാജാവ് എസ്തേരാജ്ഞി രാജാവിനോട് പറയുന്നതിനപ്പുറം രാജാവിന്റെ അടുത്ത് ചെല്ലുമ്പോ പൊൻചെങ്കോൽ നീട്ടുന്നത് പോലെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ചിലരുണ്ട്, ആ സ്ഥാനത്തിരിക്കുന്ന ചിലരുണ്ട്. അവരോട് അതാണ് ഈ മൊർദെഖായി പറയുന്ന വാക്യത. ഈ സമയത്ത് നീ മിണ്ടാതിരുന്നാൽ, നമുക്ക് രാജാക്കന്മാരോട് പറയാൻ പറ്റത്തില്ല, ലോകത്തിലാരോടും പറയാൻ പറ്റില്ല. പക്ഷെ കുഞ്ഞെ ഒരു കാര്യം പറയാം, രാജാക്കന്മാരുടെ രാജാവായ ഒരുവൻ നമുക്കുണ്ട്. ഉന്നതന്റെ മീതെ ഒരു അത്യുന്നതനുണ്ട്. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, താൻ മാത്രം അമർത്യതയുള്ളവൻ, ഇരുന്നവൻ, അങ്ങനെ ഒരു കർത്താവ് നമ്മളോടൊപ്പമുണ്ട്. അമർത്യതയുള്ള ദൈവം. ആ ദൈവത്തോട് അപേക്ഷിക്കാൻ കർത്താവ് നമ്മളെ നിയോഗിച്ചിട്ടുണ്ട്. ഈ ഒരു കാര്യം രാജസന്നിധിയിൽ അവന്റെ മക്കളെന്ന് അവകാശം പ്രാപിച്ചിരിക്കുന്നതുകൊണ്ട് ചില മധ്യസ്ഥത അടയ്ക്കുവാൻ, ചിലർക്ക് വേണ്ടി കരയുവാൻ, സന്തോഷിക്കുവാൻ അല്ല, മറിച്ച് കരയുവാൻ, മധ്യസ്ഥത അണയ്ക്കുവാൻ ദൈവത്തിന്റെ നിയോഗം നമ്മുടെ മേലുണ്ട്. ദൈവിക നിയോഗം നമ്മുടെ മേലുണ്ട്. നമുക്കത് തിരിച്ചറിയാം, ദൈവ നിയോഗങ്ങളെ തിരിച്ചറിയാം. ഈ സമയത്ത് നീ മിണ്ടാതിരുന്നാൽ, നമുക്ക് സംസാരിക്കാൻ വാ തുറക്കുമ്പോൾ കർത്താവിനോട് സംസാരിക്കണം, ദൈവത്തോട് പറയണം. ചിലരെ ആശ്വസിപ്പിക്കാൻ, ചിലരെ വിടിവിക്കുവാൻ, ചിലരെ മരണത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ, ചിലർക്ക് ആശ്വാസമാകുവാൻ, ചിലർക്ക് ജീവനാകുവാൻ, തടന്നു കിടന്നവരെ ബലപ്പെടുത്തുവാൻ, മാനസികമായി ഉറപ്പിക്കുവാൻ ദൈവത്തിന്റെ നിയോഗം നമുക്ക് ഏറ്റെടുക്കാം. ഇതൊരു ഉത്തരവാദിത്വമായിട്ട് ഏറ്റെടുക്കട്ടെ. അപ്പോൾ തകർച്ചയിലിരിക്കുന്ന ചിലരെ കൈപിടിച്ചുയർത്തുവാൻ ദൈവത്തിന്റെ നിയോഗമുണ്ടെന്ന് പൗലോസ് പറയുന്നു. ഞങ്ങൾ ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്നവര്, പക്ഷെ പലരെയും സന്തോഷത്തിലേക്ക് നയിക്കും. ഞങ്ങൾ അതിദരിദ്രന്മാരാ, പക്ഷെ പലരെയും സമ്പന്നത്തിലേക്ക് നയിക്കും. ഞങ്ങൾ മരണപ്പെടുന്നവരാ, പക്ഷെ ഞങ്ങൾ ജീവനിലേക്ക് നയിക്കും. അങ്ങനെ ഒരു പ്രത്യാശ നമുക്കുണ്ട് പ്രിയരെ, അങ്ങനെ ഒരു പ്രത്യാശ നമുക്കുണ്ട്. പലരെയും ബലപ്പെടുത്തുവാൻ, പലരെയും ആശ്വസിപ്പിക്കാൻ ദൈവത്തിലായിരിക്കുന്ന നിലയ്ക്ക് കഴിയുമെന്ന് ആത്മാവിൽ ഇതൊന്ന് തിരിച്ചറിഞ്ഞേ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതം ജനത്തിന് അനുഗ്രഹമാകട്ടെ, ദിവസം അനുഗ്രഹമാകട്ടെ. ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ചിലർക്ക് വേണ്ടി കരയാൻ, പ്രാർത്ഥിക്കുന്ന ഒരുവന് വിടുതലുണ്ടെന്ന് ഒന്നുകൂടി തിരിച്ചറിയുവാൻ, ഒന്നുകൂടി രുചിച്ച് ടേസ്റ്റ് ചെയ്തറിയുവാൻ സ്വർഗം ഞങ്ങൾക്കിടയാക്കുന്ന വലിയ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങൾ കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. സ്വർഗം കൂടിയിരിക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നപ്പാ, സ്വർഗീയ കൃപ കൂടെയുള്ളവരായി സ്തോത്രം ചെയ്യുന്നു. ദൈവകൃപ കൂടെയുള്ളവരായി സ്തോത്രം. തൃക്കരങ്ങളെ സമർപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. എല്ലാ മാനുഭവത്തോടും എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ കൂടിയിരിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ
കർത്താവിന്റെ വിശാലമേറിയ ചിറകടിയിൽ മറയ്ക്കപ്പെടട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു സോ മച്ച്.